ഡബ്ല്യുഡബ്ല്യുഇയുടെ ഒഫീഷ്യൽസ് മുഴുവനായിട്ടും തഴഞ്ഞിട്ടും ഒഴിവാക്കിയിട്ടും ഫാൻസിന്റെ ഒരൊറ്റ പവർ കൊണ്ട് റസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്ത് ഒരു രക്ഷയുമില്ലാത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഡാനിയൽ ബ്രയനെ നിങ്ങൾക്കറിയാമോ? യെസ് മൂവ്മെന്റ് എങ്ങനെയാണ് ഡാനിയൽ ബ്രയൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഡബ്ല്യുഡബ്ല്യുഇക്ക് മുഴുവൻ തെറിവിളികൾ കിട്ടിയതിന്റെ പ്രകാരമായിരുന്നു ഡാനിയൽ ബ്രയനെ വീണ്ടും ഈ ഒരു റസൽമേനിയ 30ലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നതും അദ്ദേഹം വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നതും. ഡബ്ല്യുഡബ്ല്യുഇയിലെ ഏറ്റവും കിഡിലൻ അണ്ടർഡോഗുകളിൽ ഒരാളായിട്ടുള്ള ഡാനിയൽ ബ്രയന്റെ സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റസൽമേനിയ 30ലേക്ക് ഡാനിയൽ ബ്രയൻ എത്തിപ്പെട്ട സ്റ്റോറി. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. വർഷം 2013. ഡാനിയൽ ബ്രയൻ ഡബ്ല്യുഡബ്ല്യുഇയിൽ വർക്ക് ചെയ്യുന്ന കാലം. ഡിയേഗോ സാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള UFC ഫൈറ്റർ ഉണ്ട്. ഈ ഫൈറ്റർ യെസ് എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് തന്റെ മാച്ചുകളെല്ലാം തന്നെ കഴിയുമ്പോഴും മാച്ചുകൾക്ക് മുൻപേയും കാണിക്കുന്നതെല്ലാം തന്നെ ഡാനിയൽ ബ്രയൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഡാനിയൽ ബ്രയൻ ഡബ്ല്യുഡബ്ല്യുഇയിൽ തന്റെ പുതിയൊരു ചേഷ്ട കൊണ്ടുവരികയുണ്ടായി. അതായിരുന്നു യെസ് മൂവ്മെന്റ്. താൻ കാണികളുടെ ഇടയിലേക്ക് വരുമ്പോഴും മാച്ചുകൾ വിജയിക്കുമ്പോഴും യെസ് എന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് രണ്ട് കൈയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് പോലെയുള്ള ഈ ഒരു മൂവ്മെന്റ് ആയിരുന്നു ഡാനിയൽ ബ്രയൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഡാനിയൽ ബ്രയൻ അത് കൊണ്ടുവന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന് ഒരു വില്ലത്തരം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു വില്ലൻ റോളിലേക്ക് ബ്രയാനിന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള യെസ് മൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫാൻസിന് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ഫാൻസ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ബ്രയാനെ കൊണ്ട് നോ എന്ന് പറയിപ്പിക്കുകയും ഫാൻസ് അപ്പോൾ യെസ് എന്ന് പറയുകയും അങ്ങനെ ബ്രയാനെ വില്ലനാക്കി മാറ്റാൻ വീണ്ടും ഡബ്ല്യുഡബ്ല്യുഇ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഫാൻസ് മുഴുവൻ ബ്രയാന്റെ കൂടെ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഹെൽനോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കെയ്നും ഡാനിയൽ ബ്രയനും ടീമായി കൊണ്ടായിരുന്നു. ഇവരുടെ ആങ്കർ മാനേജ്മെന്റ് ക്ലാസും അങ്ങനെയുള്ള ഒരുപാട് സെഗ്മെന്റുകളെല്ലാം തന്നെ ആ സമയത്ത് ഡബ്ല്യുഡബ്ല്യുഇയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫാൻസുകൾക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് സെഗ്മെന്റുകൾ തന്നെയായിരുന്നു അത്. മോൺസ്റ്റർ കെയ്നെ കുട്ടിക്കളി കളിക്കുന്ന കെയ്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു സെഗ്മെന്റ് തന്നെയായിരുന്നു ഈ ആങ്കർ മാനേജ്മെന്റ് ക്ലാസ് എല്ലാം തന്നെ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം 2013 ഡാനിയൽ ബ്രയൻ ഒരു സിംഗിൾ സ്റ്റാർ ആയിട്ട് നല്ല കിഡിലൻ വർക്കിംഗ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ബ്രയൻ വരുമ്പോൾ തന്നെ ഫാൻസും മുഴുവൻ വലിയ ചാൻഡുകളായിരുന്നു അവിടെ നടത്തിയത്. റാൻഡി ഓർട്ടണിനെതിരെ ക്ലീൻ ആയിട്ട് വിജയിക്കുക, ഷീൽഡിന്റെ ടീമിനെതിരെ വിജയിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് വിജയങ്ങളായപ്പോഴേക്കും ബ്രയൻ വലിയ സ്റ്റാറായി മാറുകയുണ്ടായിരുന്നു. ശരിക്കും ഒരു അണ്ടർഡോഗ് ആയിരുന്നു ഡാനിയൽ ബ്രയൻ. അതായത് വലിയ സൈസൊന്നുമില്ലാത്ത, ആർക്കും തന്നെ ഒരു മാച്ചിലും വിജയിക്കാൻ കഴിയുമെന്ന് തോന്നാത്ത, അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒരിക്കലും എത്തിപ്പെടുമെന്നുള്ളത് പോലും ആരും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു സ്റ്റാർ ആയിരുന്നു ഡാനിയൽ ബ്രയൻ. അങ്ങനെയുണ്ടായിരുന്ന ബ്രയനാണ് ഈ പറഞ്ഞതുപോലെ റാൻഡി ഓർട്ടണിനെതിരെയും ഷീൽഡിനെതിരെയും എല്ലാം തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രയൻ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് 2013 സമ്മർ സ്ലാമിൽ ജോൺ സീനയുടെ എതിരാളിയെ സീന തന്നെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീന അന്ന് തിരഞ്ഞെടുത്തതോ ഈ ഒരു ഡാനിയൽ ബ്രയനെ ആയിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2013 സമ്മർ സ്ലാമിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഡാനിയൽ ബ്രയൻ തന്നെയായിരുന്നു. ഫാൻസ് മുഴുവൻ സന്തോഷത്തിൽ ആടി തിമിർക്കുന്ന സമയത്ത് ആ ഒരു മാച്ചിന്റെ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ടുണ്ടായിരുന്ന ട്രിപ്പിൾ എച്ച് വന്നുകൊണ്ട് ഡാനിയൽ ബ്രയനെ അറ്റാക്ക് ചെയ്തു. അന്നത്തെ മണി ഇൻ ദി ബാങ്ക് ബ്രീഫ് കേസ് വിന്നറായിട്ടുള്ള റാൻഡി ഓർട്ടൺ വന്നുകൊണ്ട് ക്യാഷ് ഇൻ ചെയ്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റാൻഡി സ്വന്തമാക്കുകയുണ്ടായി. ഡബ്ല്യുഡബ്ല്യുഇയിൽ ഇത് സ്റ്റോറി ലൈൻ ആയിട്ടാണ് കാണിച്ചത് എന്നുണ്ടെങ്കിലും ശരിക്കും ഡബ്ല്യുഡബ്ല്യുഇയുടെ ബാക്ക് സ്റ്റേജിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഡാനിയൽ ബ്രയന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യുഡബ്ല്യുഇ അതോറിറ്റിക്ക് ഒരു വിധത്തിലുമുള്ള താല്പര്യമില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഡാനിയൽ ബ്രയന്റെ കയ്യിൽ നിന്നും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഒഴിവാക്കുക, എങ്ങനെയെങ്കിലും ബ്രയാനെ ചെറിയൊരു റെസ്ലറാക്കി മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രയാനെ അവിടെ ഏറ്റവും കൂടുതലായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഫാൻസ് തന്നെയായിരുന്നു. സ്റ്റീഫനി മക്മാൻ ബ്രയാനെ B+ പ്ലെയർ എന്നെല്ലാം തന്നെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ആവറേജ് പ്ലെയർ മാത്രമാണ് ബ്രയൻ, അല്ലാതൊരു സൂപ്പർ പ്ലെയർ ആയിട്ടൊന്നും തന്നെ ബ്രയാനെ തോന്നുന്നില്ല എന്നുള്ളതും സ്റ്റീഫനി പറയുകയുണ്ടായി. അങ്ങനെ ബ്രയൻ റാൻഡിക്കെതിരെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കുകയുണ്ടായി. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് 2013 ബ്രയൻ വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള മാച്ചിൽ ഡാനിയൽ ബ്രയൻ വിജയിച്ചു, വേൾഡ് ചാമ്പ്യനായി മാറുകയുണ്ടായി. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ ആ വിജയിച്ച ചാമ്പ്യൻഷിപ്പ് തിരിച്ചെടുത്തു. അതിന്റെ കാരണം റഫറി പെട്ടെന്ന് തന്നെ 3 കൗണ്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രയൻ ഒരിക്കലും ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ അടുത്ത പേപ്പർ വ്യൂ ബാറ്റിൽ ഗ്രൗണ്ട് ആയിരുന്നു. റാൻഡി ഓർട്ടണിനെതിരെ തന്നെയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ബിഗ് ഷോ വന്ന് ഇന്റർഫിയർ ചെയ്തു, റാൻഡിയെയും ഡാനിയൽ ബ്രയനെയും അറ്റാക്ക് ചെയ്തു. ആ ഒരു മാച്ച് അങ്ങനെ നോ കോൺടെസ്റ്റ് ആയിട്ട് അവസാനിച്ചു. പിന്നീട് മൂന്നാമതായിട്ട് ഇവർ കണ്ടുമുട്ടി ഹെൽ ഇൻ എ സെൽ 2013 വെച്ചിട്ട്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ട്രിപ്പിൾ എച്ചും ഷോൺ മൈക്കിൾസും എല്ലാവരും സെല്ലിന്റെ അകത്തുണ്ടായിരുന്നു. ട്രിപ്പിൾ എച്ചിനെ ബ്രയൻ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ട്രിപ്പിൾ എച്ചിന്റെ സുഹൃത്തായിട്ടുള്ള ഷോൺ മൈക്കിൾസ് ഡാനിയൽ ബ്രയനെ ഓരോന്നൊന്നര ചവിട്ടുകയുണ്ടായി. അതിൽ റാൻഡി ചാമ്പ്യനായി മാറുകയുണ്ടായി. ഡാനിയൽ ബ്രയനെ
ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും അതോറിറ്റിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യെസ് മൂവ്മെന്റ് ഡാനിയൽ ബ്രയാനിൽ നിന്നും മാറ്റിയിട്ട് ബിഗ് ഷോക്ക് കൊടുക്കാൻ വേണ്ടി WWE പ്ലാൻ ഇടുകയും ബിഗ് ഷോ ഒരു സമയത്ത് യെസ് മൂവ്മെന്റ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് WWEക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഒരിക്കലും യെസ് മൂവ്മെന്റിനോടല്ല ഫാൻസിന് താല്പര്യം, യെസ് മൂവ്മെന്റ് പറയുന്ന ഡാനിയൽ ബ്രയാനോടായിരുന്നു. അങ്ങനെ ബ്രയാന്റെ നാട്ടിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ ജോൺ സീന, റാൻഡി ഓർട്ടൺ, ട്രിപ്പിൾ എച്ച് എന്നിവരെല്ലാവരും തന്നെ വന്നിട്ടും ഏറ്റവും കൂടുതൽ ഫാൻ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ആർക്കുമായിരുന്നില്ല, ബ്രയാന്റെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന പ്രസ് കോൺഫറൻസിൽ ജോൺ സീന വരെ ഡാനിയൽ ബ്രയാനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തി ആർന്നിട്ടുള്ള സൂപ്പർ സ്റ്റാർ ബ്രയാനാണ് എന്നുള്ളത്. പക്ഷേ ആ ഒരു കാര്യം അതോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രയാനെ എങ്ങനെയെങ്കിലും താഴേക്ക് ഇടണം എന്ന് വിചാരിച്ചുകൊണ്ട് അതോറിറ്റീസ് വീണ്ടും ബ്രയാന് മറ്റൊരു സ്റ്റോറി ലൈൻ കൊടുക്കുകയുണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല, വൈറ്റ് ഫാമിലിയിലേക്ക് ബ്രയാനെ ആഡ് ചെയ്തു. ഒരു മനുഷ്യന് പോലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു ഫാൻസിന് പോലും, WWE ഫാൻസിന് പോലും ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അത് ഫാൻസിന് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് വെറും 2 ആഴ്ചക്കുള്ളിൽ ആ ഒരു സ്റ്റോറി ലൈൻ അവസാനിപ്പിക്കുകയുണ്ടായി. വൈറ്റ് ഫാമിലിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബ്രയാൻ ആ ഒരു ടീമിൽ നിന്നും മോചനം നേടുകയുണ്ടായി. വൈറ്റ് ഫാമിലിയിൽ നിന്നും ഒഴിവാക്കാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ബാസ്കറ്റ്ബോൾ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഫാൻസും മുഴുവൻ, ബാസ്കറ്റ്ബോൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്ന ഫാൻസും മുഴുവൻ ചാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് യെസ് ചാൻഡുകളായിരുന്നു. ഈ ഒരു കാര്യം ESPN റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ WWEക്ക് വളരെയധികം പ്രശസ്തി അവിടെ വരികയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തത് ഡാനിയൽ ബ്രയാൻ ആയതുകൊണ്ട് ബ്രയാനെ ഇങ്ങനെ താഴേക്കിടയിൽ നിർത്തരുത് എന്നുള്ളത് WWE വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ വൈറ്റ് ഫാമിലിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2014 റോയൽ റംബിൾ എത്തി. ഡാനിയൽ ബ്രയാൻ വേഴ്സസ് ബ്രയ വൈറ്റ് തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫാൻസും മുഴുവൻ ഇത്രത്തോളം സപ്പോർട്ട് ബ്രയാൻ ആയതുകൊണ്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് റോയൽ റംബിളിൽ ഏറ്റവും അവസാനമായിട്ട് ബ്രയാൻ വരുമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഓരോരോ നമ്പറിന് വേണ്ടിയിട്ടും ഫാൻസ് കാത്തിരുന്നു. ബ്രയാൻ അടുത്തതായിട്ട് വരും, അടുത്തതായിട്ട് വരും, അടുത്തതായിട്ട് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സമയത്തും ബ്രയാൻ വന്നില്ല. ഏറ്റവും അവസാനം 30ാമത്തെ നമ്പർ അവിടെ അടിക്കുകയുണ്ടായി. എല്ലാവരും ബ്രയാനിന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ എത്തിയിട്ടുണ്ടായിരുന്നത് റേ മിസ്റ്റീരിയോ ആയിരുന്നു. ആദ്യമായിട്ട് റേ മിസ്റ്റീരിയോയുടെ കരിയറിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന കൂവലായിരുന്നു അന്ന് റോയൽ റംബിളിൽ കിട്ടിയത്. ആ ഒരു റോയൽ റംബിളിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഒരു ലെജൻഡ് റെസ്ലർ ആയിരുന്നു ബാറ്റിസ്റ്റ എന്ന് പറയുന്നത്. ബാറ്റിസ്റ്റക്ക് പോലും ഫാൻസിന്റെ കയ്യിൽ നിന്നും കൂവലായിരുന്നു കിട്ടിയത്. എല്ലാവരും കാത്തിരുന്നത് ഡാനിയൽ ബ്രയാന് വേണ്ടി മാത്രമായിരുന്നു. 2014 റോയൽ റംബിളിൽ റാൻഡി ഓർട്ടൺ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള മാച്ച് നടന്നെങ്കിലും ഫാൻസ് മുഴുവൻ അതിനെ കൂവി വിളിക്കുകയായിരുന്നു. ഇത്രത്തോളം ബോറിംഗ് മാച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഡാനിയൽ ബ്രയാനെ വേണമെന്ന് തന്നെയായിരുന്നു ഫാൻസ് മുഴുവൻ ചാൻഡ് ചെയ്തത്. അങ്ങനെ ആ ഒരു റോയൽ റംബിളിൽ വിജയിച്ചുകൊണ്ട് ബാറ്റിസ്റ്റ വേഴ്സസ് റാൻഡി തമ്മിലുള്ള മാച്ച് റെസിൽമേനിയ 30 വേണ്ടി കൺഫേം ചെയ്യുകയുണ്ടായി. ഫാൻസ് മുഴുവൻ അത് ഡിസ്ലൈക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഫാൻസിന് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ വേണ്ടി തുടങ്ങി. സോഷ്യൽ മീഡിയ മുഴുവൻ WWEക്കെതിരെ തിരിയാൻ വേണ്ടി തുടങ്ങി. എന്തിന് WWEയുടെ ലെജൻഡ് ആയിട്ടുള്ള ഹോൾ ഓഫ് ഫെയിമർ ആയിട്ടുള്ള മിക് ഫോളി വരെ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു തനിക്ക് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. റെസിൽമേനിയ 30 വേണ്ടി WWE പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ബ്രയാൻ വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു നോർമൽ മാച്ച് ആയിരുന്നു. എന്നാൽ ഫാൻസ് ഇങ്ങനെ ഇളകി മറിഞ്ഞതുകൊണ്ട് WWE അവരുടെ പ്ലാനുകൾ മാറ്റാൻ വേണ്ടി തുടങ്ങി. അതുമാത്രമായിരുന്നില്ല കാരണം 2014 റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു അന്നത്തെ ഏറ്റവും ഹോട്ടസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന CM പങ്കും WWEയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു റെസൽമേനിയയിൽ CM പങ്ക് വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള ഒരു മാച്ചും WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പിൾ എച്ചിന് ഒരു എതിരാളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. ബാറ്റിസ്റ്റ വേഴ്സസ് റാൻഡി ഓർട്ടൺ മാച്ചിൽ ഡാനിയൽ ബ്രയാനെ ആഡ് ചെയ്യണമെന്നുള്ളത് എല്ലാവരും പറയുകയുണ്ടായി. WWEക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയമായി. അതോറിറ്റി വരുന്ന എല്ലാ എപ്പിസോഡുകളിലും ഫാൻസ് മുഴുവൻ കൂവി വിളിക്കുകയായിരുന്നു അതോറിറ്റിയെ. യെസ് ചാൻഡുകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു അതോറിറ്റിയെ. എങ്ങനെയെങ്കിലും ഡാനിയൽ ബ്രയാൻ റെസൽമേനിയ കൊടുക്കണമെന്ന് തന്നെയായിരുന്നു ഫാൻസിന്റെ മുഴുവൻ ആവശ്യമായിട്ടുണ്ടായിരുന്നത്. എലിമിനേഷൻ ചാമ്പറിൽ വരെ ആ ഒരു കൂവൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർച്ച് 10 നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ ഡാനിയൽ ബ്രയാൻ അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ കൂടെ വന്നുകൊണ്ട് റിങ്ങിനെ വളഞ്ഞു. എന്നിട്ട് അദ്ദേഹം 2 ആവശ്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ആവശ്യം റെസൽമേനിയയിൽ ട്രിപ്പിൾ എച്ചിനെതിരെ തനിക്കൊരു മാച്ച് വേണമെന്നുള്ളത്. ഇത്രയും കാലം തന്റെ കരിയർ തുലച്ചതിനെ തുടർന്ന് ട്രിപ്പിൾ എച്ചിനെതിരെ തനിക്ക് പ്രതികാരം തീർക്കണമെന്നായിരുന്നു ബ്രയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അങ്ങനെ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ റാൻഡി വേഴ്സസ് ബാറ്റിസ്റ്റ തമ്മിലുള്ള മാച്ചിലേക്ക് തന്നെ കൂടി ആഡ് ചെയ്യണം, ഇതൊരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ചാക്കി മാറ്റണമെന്നുള്ളതും ഡാനിയൽ ബ്രയാൻ ആവശ്യപ്പെടുകയുണ്ടായി. എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. WWE നെറ്റ്വർക്ക് ആ സമയത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫാൻസ് WWEക്കെതിരെ തിരിയുകയാണ് എന്നുണ്ടെങ്കിൽ WWEക്ക് ഒരിക്കലും അത് അഫോർഡ് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അവർ അവരുടെ പ്ലാൻ മാറ്റുകയുണ്ടായി. അങ്ങനെ റെസൽമേനിയ 30 ട്രിപ്പിൾ എച്ച് വേഴ്സസ് ഡാനിയൽ ബ്രയാൻ തമ്മിലുള്ള ഒരു മാച്ചോട് കൂടിയായിരുന്നു റെസൽമേനിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കിടുക്കൻ മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ വിജയമുണ്ടായിരുന്നത് ഡാനിയൽ ബ്രയാന്റെ കയ്യിലായിരുന്നു. ബ്രയാൻ വിജയിച്ച് കഴിഞ്ഞതിന് ശേഷവും ട്രിപ്പിൾ എച്ച് ഡാനിയൽ ബ്രയാനെ അറ്റാക്ക് ചെയ്ത് ഇഞ്ചുർഡ് ആക്കുകയുണ്ടായി. അങ്ങനെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്ന ഷോൾഡറും വെച്ചിട്ടായിരുന്നു ഡാനിയൽ ബ്രയാൻ റെസൽമേനിയ 30 മെയിൻ ഇവന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. റാൻഡി ഓർട്ടൺ വേഴ്സസ് ബാറ്റിസ്റ്റ വേഴ്സസ് ഡാനിയൽ ബ്രയാൻ തമ്മിലുള്ള മാച്ച്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ആനിമൽ ബാറ്റിസ്റ്റയെ സബ്മിഷൻ മൂവിലൂടെ തോൽപ്പിച്ചുകൊണ്ട് ഡാനിയൽ ബ്രയാൻ ന്യൂ വേൾഡ് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ്. റെസൽമേനിയ 30 അണ്ടർടേക്കർ തോറ്റതിന്
അദ്ദേഹത്തിൻ്റെ സങ്കടവുമായിരിക്കുന്ന ഫാൻസിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഡാനിയൽ ബ്രയാൻ്റെ മാസ് വിജയമായിരുന്നു. അതോടൊരു ഫാൻസിന് മുഴുവൻ WWE ഇഷ്ടപ്പെട്ടു. WWE ഏറ്റവും പീക്ക് ടൈമുകളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് പോകാൻ വേണ്ടി ബ്രയാനിന് കഴിഞ്ഞില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആ ഒരു ടൈറ്റിൽ കൈവിടേണ്ടി വന്നു. ഇതാണ് ഡാനിയൽ ബ്രയാൻ്റെ അണ്ടർ ഡോഗ് സ്റ്റോറി. ഇതുപോലെയുള്ള കിടിലൻ സ്റ്റോറീസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ഗായ്സ്.